ഹലോ അസ്സലാമലൈക്കും. ഇതുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ദോശയും ചട്ടിനി കറി കേട്ടോ. ഇന്ന് രാവിലെ ദോശയും ചട്ടിനി കറി ഉണ്ടാക്കിയിട്ടുള്ളത് മക്കൾക്ക് വളരെ ഇഷ്ടമുള്ള സാധനം. എൻ്റെ വലിയ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദോശൻ്റെ ഒരാളാട്ടോ അവന് ദോശ ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നും കഴിക്കൂല. വെറും ഒരു ദോശ കേട്ടോ കഴിക്കുള്ളൂ. പിന്നെ ചോറൊന്നും വേണ്ട, വെറും ദോശയോ ഒന്നും കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടോ, പാത്രങ്ങൾ അതാത് സ്ഥലത്തൊക്കെ വെച്ചിട്ടോ. രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. മക്കൾ എണീറ്റിട്ടില്ല, അവർക്ക് സ്കൂളൊക്കെ ഇല്ല കേട്ടോ. ഇവിടെ വെക്കേഷനാണ്. സ്കൂൾ ഇനി തുറക്കാനായി. ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റിലൊക്കെ ആയിട്ട് അവർക്ക് സ്കൂൾ തുറക്കാനായിട്ടോ. അപ്പോൾ അവർ കുറച്ച് ലേറ്റായിട്ട് അവർ എണീക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിക്ക് കുറച്ച് വെള്ളമൊക്കെ വെക്കാണ്ടേന് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ നല്ല ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തണുത്ത വെള്ളമേ കുടിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലോട്ട് വെള്ളമൊക്കെ ആക്കിക്കാണ്ട് ആ ഫ്രിഡ്ജിലോട്ട് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടോ. പിന്നെ കുറച്ച് ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അറബി വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ ഈത്തപ്പഴം പറിക്കണ ഇതല്ലേ, സീസണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൗത്ത ഈത്തപ്പഴം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹാഫ് പൗപ്പായ ഈത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഹാഫ് പൗപ്പായ ഈത്തപ്പഴം കഴിക്കാൻ. അപ്പോൾ ഒക്കെ കേൾക്കിക്കാണ് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പിന്നെ നമുക്ക് വേണ്ടപ്പോൾ കഴിക്കല്ലോ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ചെമ്മീൻ്റെ ബിരിയാണി കേട്ടോ ഉച്ചക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചെമ്മീൻ ബിരിയാണി കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ചെമ്മീൻ ബിരിയാണി ഇഷ്ടം കേട്ടോ. പക്ഷേ നമ്മളെ മീൻ ബിരിയാണി ഉണ്ടല്ലോ, അത് ഞാൻ കഴിക്കാറില്ല കേട്ടോ. എനിക്ക് എന്താ ഇഷ്ടമല്ല കേട്ടോ അത് മീൻ ബിരിയാണി. അപ്പോൾ ചെമ്മീനൊക്കെ അതാ ക്ലീനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു ബ്ലാക്ക് നാര്, കറുത്തിട്ടൊരു നാരുണ്ടാവുമല്ലോ. അപ്പോൾ അത് എടുക്കണം എന്ന് പറയണേക്കാട്ടോ. അപ്പോൾ അത് എടുത്തിട്ടില്ലേ നമുക്ക് വയറുവേദന ഉണ്ടാവും എന്ന് പറയണേക്കാട്ടോ അത്. അപ്പോൾ ഞാൻ അതിൻ്റെ നാരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ നമ്മൾ ആ നാരൊക്കെ എടുത്തുകൊണ്ട് എല്ലാ ചെമ്മീനത്തും നാരൊക്കെ എടുത്തിട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീനാണ് കേട്ടോ. കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റൊക്കെ പോയപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു ചെമ്മീൻ. അപ്പോൾ ആ ചെമ്മീൻ വാങ്ങിക്കാണ്ട് പോകുന്ന കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾ ഇതുവരെയായിട്ടും ചെമ്മീൻ്റെ ബിരിയാണി ഉണ്ടല്ലോ അത് കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്കൊന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് ആ കേക്കിക്കാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറിനുള്ള വെള്ളം ഉണ്ടല്ലോ അത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഗ്യാസിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ കത്തിച്ച് കാണ്ടേ ചോറിനുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ഇതാ ഗ്യാസിന്മേൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂട് സമയമാട്ടോ ഇവിടേക്ക് ഒമാനിലൊക്കെ. എന്താ നല്ല ചൂട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് നല്ല ചൂട് എന്നൊക്കെ പറയണേക്കട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇതുവരെയായിട്ട് അങ്ങനെ ചൂടില്ല, ചൂടിന് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തോ ഞങ്ങൾക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ നിന്ന് മയത്തുനിന്നാണ്ട് വരികയല്ല തണുപ്പത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇക്കാരം ശരിക്കുന്നു ഇവിടെ നല്ല ചൂടിട്ട് അടുക്കളയിൽ അത് അധികം നേരം നമുക്ക് നിൽക്കാൻ കഴിയില്ല. വേഗം പണി കഴിച്ചിട്ടാണ് നേരെ റൂമൊക്കെ എ സിക്ക് പോകട്ടോ. ഇനി നമുക്ക് ചെമ്മീനിൽ മസാല തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരിൻ്റെ മുളകും പൊടി, കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് മസാല റെഡിയാക്കിയിട്ട് അതിലോട്ട് ഈ ചെമ്മീൻ ഇട്ടെടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഇതുണ്ടല്ലോ, ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവയൊക്കെ എല്ലാം തൊലി കളഞ്ഞാണ്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ അവിടെ കുറച്ച് തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അപ്പം ഞാൻ വൃത്തിയാക്കട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ടൊരു അരിപ്പ് ഇതായി തോന്നൂല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ക്ലീനായി തോന്നും. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വരണം. അപ്പോൾ അതാ അതിലോട്ട് ഞാനൊക്കെ ഇട്ടുകൊടുത്ത് മിക്സീൻ്റെ ജാറിൽ ഇട്ടുകൊടുത്ത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നൈസായിട്ടാണ് ഞാൻ അവിടെ അരിഞ്ഞെടുക്കുന്നത്. ഉള്ളി ഒന്നും മൂപ്പിച്ചെടുക്കണം നെയ്യിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ ഞാൻ ചെറുതാക്കി നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെമ്മീൻ ബിരിയാണി പറഞ്ഞാൽ ഞാനും ഒരട്ടം കഴിച്ചിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ബിരിയാണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാൻ വിചാരിച്ചിട്ടോ. മക്കൾ ആദ്യമായിട്ടാണല്ലോ ചെമ്മീൻ ബിരിയാണി കഴിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ ബിരിയാണി. തട്ടിക്കൂട്ടൊരു ചെമ്മീൻ ബിരിയാണി ആണെങ്കിലും തൈരും ഒന്നും ഒഴിച്ചിട്ടില്ല, ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ ആ ചെമ്മീനവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ തട്ടിക്കൂട്ടി ഒരു ചെമ്മീൻ ബിരിയാണി കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യും കുറച്ച് ഓയിലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തതാണ്. ഞാൻ അതാ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാതെ പറ്റങ്ങോട്ട് കരിയിച്ചേണ്ട, അപ്പോൾ കുറച്ച് ബ്രൗൺ കളർ വരെ ഞാൻ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരിയൊക്കെ അളന്നെടുക്കണം. അപ്പോൾ ഞാനിത് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നേരത്തിന് മതിയല്ലോ, മതി വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ച് ചെമ്മീനുള്ളൂ. അപ്പോൾ ഇതിന് മോൾ എനിക്കിവിടെ പണി തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ പണി ഇങ്ങനെ മോൾ എനിക്ക് ഏൽപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ അത് അവിടെയൊക്കെ ആകെ പൊതിന ഉണ്ടല്ലോ അതൊക്കെ ആകെ കീസിൽ നിന്ന് വിതറിക്കാണ് നിലത്താകെ വിതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് പോന്നു കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ ഇതാ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെമ്മീനിട്ടുള്ള മസാല റെഡിയാക്കണ്ടേ. ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചെമ്മീൻ മസാലയൊക്കെ ഇതാക്കിക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ചെമ്മീനൊക്കെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ചെമ്മീനൊക്കെ ആ വെളിച്ചെണ്ണയിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. എല്ലാ സൈഡിലൊന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് വേവ് മതി കേട്ടോ, വല്ലാതെ വെന്ത് ഇതാകണ്ട. പിന്നെ നമ്മൾ ആ മസാലയിലൊക്കെ കിടന്നിട്ട് വേവുമല്ലോ. അപ്പോൾ ഒരു ഹാഫ് വേവ് പൊരിച്ചിൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ടെടുത്തുകൊണ്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ അവിടെയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഞാനിതാ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കുമ്പോഴാണ് ആ ബിരിയാണീൻ്റെ രസം കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതാ ചെമ്മീനൊക്കെ പൊരിച്ചെടുത്ത് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൽ കുറവുണ്ടതിന്. അപ്പോൾ അതാ ഉള്ളി ഉണ്ടല്ലോ, അരിഞ്ഞ് വെച്ച ഉള്ളി 2 സവാള ഇട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 2 സവാള ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ കേട്ടോ നമ്മൾ ചെമ്മീൻ പൊരിച്ച ആ എണ്ണയിൽ തന്നെ വേണം കേട്ടോ നമ്മൾ വഴറ്റിയെടുക്കാൻ. വേറെ ഒന്നും എണ്ണയിൽ നിങ്ങൾ വഴറ്റിയെടുക്കരുത്. ആ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുമ്പോഴാണ് ആ ബിരിയാണിക്ക് ഒരു രസം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തെടുത്ത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ കരിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ടെടുത്തിട്ടേ ഒന്നിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ തക്കാളി ഉണ്ടല്ലോ, അപ്പോൾ 2 തക്കാളിയാണ് ഞാൻ ഇതിലോട്ട് 2 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി വഴറ്റി വരട്ടെ കേട്ടോ. അതിലിതാ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് സോപ്പും പൊടിയൊക്കെ ഇട്ടുകാണ്ട് അത് ഓണാക്കിക്കാണ്ട് അത് അവിടെ ഞെയ്ക്കോളും. അപ്പോൾ ഇതിനിതാ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതിലോട്ട് ചപ്പും പൊതിനയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നാരങ്ങ നീരുണ്ടല്ലോ, അപ്പോൾ ഒരു നാരങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ അവിടെ ഉണ്ടാക്കിയ നാരങ്ങ കേട്ടോ. നല്ല പുളി, നമ്മൾ നാട്ടിലത്തെ നാരങ്ങയാണ്, നല്ല നാടൻ നാരങ്ങ കേട്ടോ. അപ്പോൾ അതന്നെ നല്ല പുളി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തൈരിൻ്റെ ആവശ്യമൊന്നുമില്ല, ആ നാരങ്ങ മാത്രം മതി കേട്ടോ. നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളകിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഒന്ന് വഴറ്റിക്കാണ്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെമ്മീൻ ഉണ്ടല്ലോ, പൊരിച്ച ചെമ്മീൻ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ചൊരു വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്ക്. അപ്പോൾ തൈര് ഇല്ലല്ലോ, തൈര് ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തുകാണ്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് കുറച്ച് കുറവേനു, അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ ഓഫാക്കിക്കാണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം ഉണ്ടല്ലോ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകാണ്ട് നമ്മൾ അരി കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന അരി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അരി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ഒരു ഹാഫ് വേവ് വെന്താൽ മതി, പറ്റ വെന്തുകാണ്ട് അളിവിലിയാകാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഹാഫ് വേവ് വേവിച്ചിട്ട് പിന്നെ ഞാനിതൊന്ന് ഒരു ഇതിൽ ഊറ്റിയെടുക്കുന്നുണ്ട്. ചോറ് ഇതാ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഞാൻ ദമ്മിടുന്ന ബിരിയാണി. അപ്പോൾ അതിലോട്ട് ഈ മസാല നമ്മൾ തയ്യാറാക്കിയ മസാല ആ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ മസാലയ്ക്കെല്ലാം ആ ചട്ടിയിൽ നിന്നെല്ലാം ഞാൻ ഇതിലോട്ട് മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ആ ചട്ടിയിൽ ആ പാത്രത്തിലെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. എല്ലാ സൈഡൊക്കെ ഒന്ന് ആക്കിക്കാണ്ട് എല്ലാതും ശരിയാക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ രീതിയിലാണ് ദമ്മിടൽ കേട്ടോ. ആദ്യം മസാല താഴത്തിടും, പിന്നെയാണ് അതിൻ്റെ മേലെ കൂടി ചോറൊക്കെ ഇടുക കേട്ടോ. ചിലവരൊക്കെ ചോറിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ മസാല ഇടലല്ലേ. ഞങ്ങൾ ഈ മലപ്പുറം സ്റ്റൈലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ദമ്മിടാറില്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ചോറുണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി അതിൽ മേലെ കൂടെ ഒന്ന് വിതറി കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഉണ്ടല്ലോ അത് അതിൽ മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കും. പിന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയർ ഉണ്ടല്ലോ അതും ആ ചോറ് ഫുള്ളായിട്ട് അതിന് മേലെ കൂടെ ഇട്ട് കൊടുക്കും. അങ്ങനെ ലെയറായിട്ട് അങ്ങനെ
ഓരോന്ന് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഇതാ ചോറ് ഫുള്ളായിട്ടേക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ നേരത്തെ മൂപ്പിച്ച ഉള്ളി തന്നെ വീണ്ടും അതിൻ്റെ മേലെ കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യുണ്ടല്ലോ ആ ചട്ടിയിൽ അത് ഫുള്ളായിട്ട് അതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഗരം മസാല ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഗരം മസാല അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ചെറിയ സിമ്മിലാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ വേവിച്ചാൽ മതി, അല്ലെങ്കിൽ ചെമ്മീൻ പറ്റി കരിഞ്ഞ് ഇതാവും കേട്ടോ. അപ്പോൾ അത് സിമ്മിലാക്കിയിട്ട് ഗ്യാസുമ്മ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒക്കെ വെന്ത സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒരു 15-20 മിനിറ്റെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും ഗ്യാസിൻ്റെ ഒരു ചെറിയ സിമ്മിലാക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബിരിയാണി ഞാൻ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ തീ സിമ്മിലാക്കിയിട്ടാണ് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഞാൻ സിമ്മിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡൊക്കെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും കേട്ടോ ഹസ്ബൻഡ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കുത്താ വിചാരിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറൊക്കെ കുത്തി. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് ചോറൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.